സോഷ്യൽ മീഡിയ ഒബിസിറ്റി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പലപ്പോഴും ഈ ബോഡിയിലുള്ള ബയോളജിക്കൽ ഹോർമോൺസ് പലപ്പോഴും ഈ ഒരു കാര്യം കൊണ്ട് എഫക്റ്റഡ് ആയി കോർട്ടിസോൾ. അതെ അതെ, ഇതെന്ന് വെച്ചാൽ ഈ കോർട്ടിസോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന സാധനം. ഇപ്പം രണ്ടുണ്ട്. ഇപ്പം നമുക്ക് ഡോപ്പമിൻ, ഇപ്പോൾ നമ്മൾ വളരെ കേൾക്കുന്ന ഒന്നാണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ റീൽസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ കാണുമ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നതിൽപ്പെട്ട ഒന്നാണ് ഈ ഡോപ്പമിൻ. അപ്പോൾ നമുക്ക് ഈ ഹാപ്പിനെസ് വരുമ്പോഴാണ് നമ്മൾ അതിന് അഡിക്റ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇത് പക്ഷെ അതൊരു ട്രാൻസിയൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ ഡോപ്പമിൻ അങ്ങനെ ഉണ്ടാക്കുന്ന അതൊരു വശത്ത്. മറ്റൊരു വശത്ത് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സ്, ഇന്നിപ്പം ഇൻ്റർനെറ്റ് ഉപയോഗത്തിൽ ഒരുപാട് സ്ട്രെസ്സ്. ഇപ്പോൾ ഇന്ന് സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സൊക്കെ ഇപ്പം പണ്ടൊക്കെ നേരിട്ട് ഫിസിക്കൽ ബുള്ളിങ് ചെയ്യുന്നതിന് ബദലായിട്ട് ഇപ്പോൾ സൈബർ ബുള്ളിങ് ആയി. ഇപ്പം അവൻ്റെ ഫോട്ടോ എടുത്ത് അതൊരു കോമാളി രൂപത്തിലാക്കി അവൻ അയച്ചു കൊടുത്ത് മറ്റുള്ളൊരു സ്ഥലത്ത് പോസ്റ്റ് ചെയ്ത്, അപ്പോൾ അതാ കാണുമ്പോൾ അവനുണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ അങ്ങനെ അതൊക്കെ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഫൈറ്റർ. അപ്പോൾ അത് സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോൾസിൻ്റെ ലെവൽസ് ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പോൾ അതിന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, ഹാർട്ട് ഡിസീസിന് സാധ്യതയുണ്ട്, പിന്നെ ഡയബറ്റീസ് വരുന്നതിന് സാധ്യതയുണ്ട്. ഇതൊക്കെ ഇത്തരം സ്ട്രെസ് ഹോർമോൺസ് വരുത്തുന്ന വലിയൊരു വിനയായിട്ട് അതും മാറാൻ സാധ്യതയുണ്ട്.